നമസ്കാരം, ഏദൻ തോട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. മുഖപടമണിഞ്ഞു നിന്നും നീലാകാശ കുടയുടെ കീഴിൽ വെയിൽ കാഞ്ഞും ഭൂമി വാഴുന്നും ഋതുഭേദ നിറങ്ങളാടും ആവാസഗേഹമായി ജീവനും മനുഷ്യനും നീ. ഈ ഭൂമി ഒരു പക്ഷിക്കൂടാണ്. നാം എല്ലാവരും അതിലെ അഭയാർത്ഥികൾ മാത്രം. അനന്തമായ പ്രപഞ്ചത്തിലെ ചലിക്കുന്ന ഈ കൂട് ദൈവസൃഷ്ടിയിൽ ഏറ്റവും മനോഹരമാണ്. നോഹയുടെ പെട്ടകം പോലെ സകല ജീവജാലങ്ങളുടെയും ചലിക്കുന്ന കൂട്. എന്നാൽ പലപ്പോഴും നാം ഇതെല്ലാം മറക്കുന്നു. ദുരപെരുകി നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മുടെ തന്നെ നാശത്തിന് കാരണമാകുന്നു. കടൽ ഭൂമിയെ ചുംബിക്കുന്നത് കണ്ട മനുഷ്യൻ്റെ മനസ്സിൽ പൊട്ടിവീണ വാക്കാണ് ദൈവം. ഫ്രാൻസിസ് പാപ്പായുടെ ചാക്രിയ ലേഖനമായ ലൗദാത്തോ സി പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിയുടെ സംഭാവനയെക്കുറിച്ചും പ്രകൃതി വഴിയായിട്ട് നമുക്ക് ലഭിക്കുന്ന ദാനങ്ങളെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്നുണ്ടല്ലോ. ഈ ഭൂമിയിൽ ഇന്ന് അധിവസിക്കുന്ന മനുഷ്യരാശിയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പരിസ്ഥിതി സംരക്ഷണം ഇനി സാധ്യമല്ല. അപ്പോൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്തെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ആ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളും ആർത്തിയുമായി ഇനിയെങ്കിലും മാറാതെ എങ്ങനെ ഈ ഭൂമിയെയും ഈ ഭൂമിയുടെ സസ്യലതാദികളെയും മൃഗങ്ങളെയും നമുക്ക് സംരക്ഷിക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ നാം എല്ലാവരും അനുഭവിച്ച ഒരു വലിയ വേദനയുള്ള അല്ലെ അതേസമയം കെടുതി എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഇപ്രാവശ്യത്തെ വേനൽക്കാലം. കേരളം ചുട്ടുപൊള്ളി, ഒരുപാട് പേർക്ക് സൂര്യാഘാതമേറ്റു. സ്വന്തം വീടിന് ചുറ്റും 10 മരമുണ്ടായിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിച്ചു പോയ ദിവസങ്ങളാണ്. അതുപോലെ തന്നെ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ നല്ല രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒഴിവാക്കാമായിരുന്നില്ലേ എന്നൊരു അനുതാപ ചിന്തയും കേരളത്തിൽ ഒട്ടുമുക്കാലും മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഈ പ്രകൃതിയുടെ കലഹം, വിരോധം ബൈബിളിൽ കണ്ടത് നമ്മുടെ ജീവിതത്തിൽ ശിക്ഷയായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലൂടെ ആണ് ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും കടന്നു പോകും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മാർപ്പാപ്പായുടെ ഈ ചാക്രിക ലേഖനം ഒരുപക്ഷെ നമ്മൾ സഭയുടെ ഇടപെടൽ താമസിച്ചെന്ന് പറയുമ്പോഴും
ഏറ്റവും അത്യാവശ്യമായ ഒരു പുനർവിചിന്തനം, ബൈബിൾ വായന പോലും ഒരു പുനർവായനയായിട്ട് മാറേണ്ട കാലത്തിൽ, നമ്മുടെ ആത്മീയത തന്നെ ഒരു പുതിയ രൂപം സ്വീകരിക്കേണ്ട കാലത്തിൽ, ടീച്ചർ സൂചിപ്പിച്ച പോലെ അനുതാപ ചിന്തകൾ പോലും പുതിയ സങ്കല്പത്തിലേക്ക് വരേണ്ട കാലഘട്ടത്തിൽ അത് വന്നു എന്നുള്ളത് ഒരു വലിയ ദൈവ നടത്തിപ്പായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രസക്തി അങ്ങേയറ്റമാണെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ഈ കേരളത്തെ സംബന്ധിച്ച് ഒരു ഈ പുഴ എന്നൊക്കെ ഒരു എത്രയേറെ 44 പുഴകളുള്ള പുഴകളെ ദൈവദത്തമായി, ദൈവം സ്വർഗത്തിൽ കൂടാണ് ഗംഗാനദി ഒഴുകിയെന്ന് പറയാം. അങ്ങനെ ഓരോ പുഴയെ സംബന്ധിച്ച് ദൈവവുമായി ബന്ധപ്പെടുത്തി ആലോചനകൾ ഉണ്ടായിരുന്ന നാട്ടിൽ ഇന്ന് ഏറ്റവും തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം പുഴകളാണ്. നമ്മൾ ആളുകൾ പുഴയിൽ മരിക്കുമ്പോൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ പലപ്പോഴും. പക്ഷേ ഈ ഒരു തത്വദീക്ഷയില്ലാത്ത മണലെടുക്കൽ വരുമ്പോൾ കിണറുകളിലെ വെള്ളം താഴുന്നു, ഭൂമിയുടെ വെള്ളമയമായിരിക്കുക എന്ന് പറഞ്ഞ് ജലമയമായിരിക്കുക എന്നുള്ള അവസ്ഥ ഇല്ലാതാകുന്നു, ഭൂമി ഊഷരമാവുകയാണ്. ഒരു പാടശേഖരങ്ങൾ, ശരിക്കും പാടശേഖരം കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന പാടശേഖരങ്ങൾ ഇന്ന് മണ്ണെടുക്കാനുള്ള മണൽ, അതിൻ്റെ പല ലേയേഴ്സ് മണ്ണ് കിടക്കുന്നതിനകത്ത് ഒരു ലെയർ മണലാണ്. പ്രകൃതിയുടെ ഒരു ക്രമീകരണം, എത്ര ക്രമങ്ങളായിട്ടാണ് കളിമണ്ണും അതിൻ്റെ അടിയിൽ മണ്ണും അതിൻ്റെ അടിയിൽ മണലും ഒക്കെ ആയിട്ടുള്ള ആ സംവിധാനമുള്ള പാടശേഖരങ്ങൾ ഇന്ന് വലിയ കുഴലുകൊണ്ട് ഈ ശരിക്കും ഗർഭപാത്രത്തിൽ നിന്ന് കുഞ്ഞിനെ എടുത്ത് കളയുന്ന പോലെയാണ് ഈ മണലെടുത്ത് ഇങ്ങനെ പാടങ്ങളെ കുളങ്ങളാക്കി മാറ്റുന്നത്. ഒരു 2 പേർക്ക് താമസിക്കണമല്ലോ 3 പേർക്ക് താമസിക്കണം, നമുക്ക് വലിയ വലിയ വീടുകൾ മാത്രമേ നമ്മുടെ ചിന്തയുള്ളൂ. നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെ ഭരിക്കുന്നില്ല. നമ്മളെ എപ്പോഴും നമ്മുടെ ആർത്തികളാണ് നമ്മളെ ഭരിക്കുക. അങ്ങനെ നമ്മളുടെ ജീവിത വ്യവസ്ഥ എന്ന് പറയുന്നത് അടിമുടി നമ്മൾ അഴിച്ചു പണിയേണ്ട ഒരിടമായിട്ടാണ് നിൽക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ജീവിതം ശീലിക്കുക എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ബോധ്യം വരണമെന്ന് എനിക്ക്. ദൈവത്തിൻ്റെ പദ്ധതിയോട് നമ്മൾ ചേരുക, പ്രകൃതിയോടും അതിൻ്റെ സംരക്ഷണത്തോടും അതിൻ്റെ നിലനിൽപ്പിനോടും ബന്ധപ്പെട്ട് ആണ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം തവളകളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ കൊതുക് വർദ്ധിക്കുമ്പോൾ ശരിക്കും തവളകൾ ഇല്ലാതാകുന്ന ഒരു വലിയ കാര്യമാണ്. കാരണം അന്തരീക്ഷത്തിന് ജലമയമാകുമ്പോഴേ തവളയ്ക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എത്രമാത്രം ഭൂമി ഊഷരമാകുന്നു, ഭൂമി ഊഷരമാകുക എന്ന് പറഞ്ഞാൽ മനസ്സ് ഊഷരമാകുകയാണ്. ഈ ചാക്രിക ലേഖനത്തിൽ, അതെ, ചാക്രിക ലേഖനത്തിൽ പറയുന്നുണ്ട്, മരുഭൂവൽക്കരണം എന്ന് പറയുന്നത് പ്രകൃതി മാത്രം സംഭവിക്കുന്നതല്ല, മനുഷ്യന്റെ മനസ്സിന് മരുഭൂവൽക്കരണം സംഭവിക്കുന്നതിനെ കുറിച്ച് ചാക്രിക ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പം ഡെസേർട്ട് ആകുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുക. ആ മനുഷ്യത്വത്തിൻ്റെ ജലം ഇല്ലാതാവുകയും നമ്മുടെ ഭക്തിയിലും നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ഭക്ഷണത്തിലും എല്ലാറ്റിനകത്തും ഒരുതരം ആർത്തിയും പരവേശമാണ്. നമ്മളെ മൊത്തം നമ്മളൊന്ന് അഴിച്ചു പണിയണമെന്ന് നമ്മുടെ വിശ്വാസം ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛനും മ്യൂസ്മേരിയും പറഞ്ഞത് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയ ഒരു കാര്യം, മരം വെച്ച് പിടിപ്പിക്കുന്നതിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞു, പുഴകൾ മലിനമായി പുഴകൾ ഇല്ലാതാകുന്നതിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടു പോയ മരങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒരു പക്ഷേ വച്ച് പിടിപ്പിച്ച് എടുക്കാം. പക്ഷേ പുഴകളെ പുനഃസൃഷ്ടിക്കാൻ പറ്റുമോ? ഇതൊരു വലിയ പ്രശ്നമാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ മലിനമയമായിക്കൊണ്ടിരിക്കുന്ന ഈ നദികളുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള, എത്ര കോടികൾ ഇവിടെ മുടക്കിയാലും നമുക്ക് അസാധ്യമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഈ പുഴകളുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം, പച്ചപ്പ് നമുക്ക് പുനഃസൃഷ്ടിക്കാം, പക്ഷേ പുഴകളെ പുനഃസൃഷ്ടിക്കാനാവുകയില്ല. ഇപ്പോൾ നമ്മുടെ തവളകളെ സംബന്ധിച്ച് പറഞ്ഞു, നോബൽ സമ്മാന ജേതാവായ വെങ്കായി മാത പറഞ്ഞിട്ടുള്ള മാതായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അത് നോബൽ സമ്മാനം വാങ്ങിക്കൊണ്ട് അവർ നടത്തിയ ഒരു പ്രഭാഷണത്തിലായിരുന്നു അത്. അതായത് വാലുമാക്രികൾക്ക് നഷ്ടപ്പെട്ട തോട് തിരിച്ചു നൽകുവാൻ നിങ്ങൾക്ക് പറ്റുമോ? വാലുമാക്രികൾക്ക് നഷ്ടപ്പെട്ട തോട്, എൻ്റെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ട സൗന്ദര്യവും ഗ്രാമഭംഗിയും വിശുദ്ധിയും ജീവിത ദർശനവും തിരിച്ചു നൽകുവാൻ പറ്റുമോ? ഈ രീതിയിൽ നഷ്ടപ്പെട്ടത് പലതും നമുക്ക് തിരിച്ചു കിട്ടുകയില്ല എന്ന അമ്പരപ്പിക്കുന്ന നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കുന്നുകളും പാറക്കെട്ടുകളും എല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭാരത ദർശനം അനുസരിച്ച് ആയുർവേദത്തിൽ പറയുന്ന ആ ഒരു സങ്കല്പമുണ്ടല്ലോ, മരം ഒരു വരമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മരവും മകനും പുത്രനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. 10 കിണർ ഒരു കുളത്തിന് സമമാണ്, 10 കുളം ഒരു തടാകത്തിന് സമമാണ്, 10 തടാകം ഒരു പുത്രന് സമമാണ്, 10 പുത്രൻ ഒരു
മരത്തിന് വൃക്ഷത്തിന് സമമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ നമ്മൾ ഇപ്പോൾ ചില തരത്തിലുള്ള വീണ്ടെടുപ്പുകൾ അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരം ഒരു കാലഘട്ടത്തിലാണ് മാർപ്പാപ്പയുടെ ഈ ഒരു ചാക്രിക ലേഖനത്തിൻ്റെ പ്രസക്തി ഉയർന്നതെന്ന് ഞാൻ കാണുകയാണ്. മുറിച്ചു മാറ്റപ്പെട്ട നമ്മുടെ ഈ ബന്ധങ്ങൾക്കിടയിൽ ഭയവും നഷ്ടബോധവും ഫണം വിരിച്ചാടി. പാരിസ്ഥിതിക പാപങ്ങളുടെ കൊടിയ വിഷം വീണ് ഈ ഭൂമി കരിഞ്ഞുണങ്ങാൻ തുടങ്ങി. ഇതിനിടയിലും മനുഷ്യർ പ്രകൃതി ചൂഷണത്തിനായി പരസ്പരം പോരടിച്ചു. ദൈവം ദാനമായി തന്നതിനെ നാം സ്വന്തമാക്കാൻ ശ്രമിച്ചു. പ്രധാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ നമ്മൾ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുമ്പം നമുക്കൊരു റോൾ മോഡലുണ്ട്. അത് ബൈബിളിൽ കൃത്യമായിട്ട് യേശു എന്ന് പറയുന്ന വ്യക്തിയിൽ നമ്മൾക്കത് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ പലപ്പോഴും ബൈബിൾ വായിച്ചപ്പോൾ കുറച്ച് നാൾ മുമ്പ് എൻ്റെ ശ്രദ്ധയപ്പെട്ടൊരു കാര്യം, ഈശോ ഒരുപാട് പ്രാവശ്യം ദേവാലയത്തിൽ പോകുന്നു. ഏകദേശം ഞാൻ എണ്ണി നോക്കിയപ്പോൾ 27 തവണ സമാന്തര സുവിശേഷങ്ങൾ ദേവാലയത്തിൽ പോകുന്നുണ്ട്. പക്ഷേ അവിടെ വെച്ചല്ല അദ്ദേഹം പ്രസംഗിക്കുകയും സംവാദങ്ങൾ ഏർപ്പെടുകയും സൗഖ്യം നൽകുകയും ഒക്കെ ചെയ്യുന്ന അവസരങ്ങളുണ്ട്. യേശു പ്രാർത്ഥിക്കുന്നതായിട്ട് 21 തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയ അവസരങ്ങളെല്ലാം അത് ഒരു ദേവാലയത്തിലോ സിനഗോഗിലോ ആയിരുന്നില്ല, അത് പ്രകൃതിയിലായിരുന്നു, വിജനപ്രദേശത്ത്. നിർണായകമായ ഒരു രംഗം എന്ന് പറയുന്നത് പീഡാനുഭവത്തിന്റെ തലേന്ന് ഗത്സമനിയിലാണ് പോകുന്നത്. ദേവാലയത്തിന്റെ ഒരു വലിയ വിസ്തൃതമായ സങ്കല്പം പ്രകൃതിയെ വരയിൽ അത് ഇറക്കിക്കൊണ്ടിരുന്നുണ്ട്. ദേവാലയത്തിന്റെ 4 മതിലുകൾക്ക് പുറത്തേക്ക് ദേവാലയ സങ്കല്പം നമ്മുടെ ഇന്നത്തെ സഭയിൽ അത് സാധ്യമാകുമോ? തീർച്ചയായും സാധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം ദേവാലയം വേണ്ടെന്നോ ദേവാലയം പൊളിക്കണമെന്നോ അല്ല പറയുന്നത്. ആ സങ്കല്പം, അതായത് പ്രകൃതിയെ പോലും ദേവാലയമായിട്ട് കാണാൻ നമുക്ക് കഴിയണം. പ്രകൃതിയാണ് ഏറ്റവും വലിയ ദേവാലയം. വളരെ ശരി. പ്രകൃതി വലിയ മഹാപാഠശാലയാണെന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ ദേവാലയം കൂടാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നത്. എനിക്ക് ഈ വയലിലെ ലില്ലിയും താമര നോക്കുവിൻ എന്ന് പറയുമ്പോഴും പക്ഷികളെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ ഈ ആ ഒരു പ്രകൃതിയോട് താതാത്മ്യപ്പെട്ടിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ എന്നുവെച്ചാൽ നമ്മളെപ്പോഴും കൂട്ടിവെച്ച് വയ്ക്കുന്ന ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം അവരെ ഉടുപ്പിക്കുന്നു, സൗന്ദര്യമുള്ളതാക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു വളരെ പ്രകൃതിയായിട്ട് താതാത്മ്യപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഒരു കാഴ്ചയും കൂടെ അതിനകത്തുണ്ട്. നമ്മുടെ അതായത് നേച്ചർ ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന എല്ലാ കാലത്തും ഉള്ളൊരു കാര്യം. ഈ കൾച്ചറാണ് സിനഗോഗും അവിടുത്തെ പ്രബോധനങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മറ്റേതിനകത്ത് വരുമ്പം ഇത് പ്രകൃതിയോട് ചേർന്നിട്ടുള്ള ഒരു ജീവിതമാണ്. ഏകാന്തതയിലും വിജനതയിലും ഇങ്ങനെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പുള്ള 40 ദിവസം മരുഭൂമിയിലാണ്. ശരീരത്തോടും മനസ്സിനോടും ആസക്തികളോടും ഒക്കെയുള്ള മനുഷ്യൻ്റെ ഒരു സംഘർഷത്തിന് പറ്റിയ ആ ഒരു ലാൻഡ്സ്കേപ്പാണ് ശരിക്കും മരുഭൂമിയിലെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ദാഹം, ഭക്ഷണം, വിശപ്പും ദാഹവും ഏറ്റവും അനുഭവപ്പെടാവുന്ന ഒരിടത്ത് ആണ് പരസ്യ ജീവിതത്തിന് മുമ്പുള്ള പ്രാർത്ഥന വരുന്നതും തപസ് വരുന്നതും അത് കഴിഞ്ഞിട്ട് പരീക്ഷണങ്ങൾ വരുന്നതും ഈ പറഞ്ഞ ഭോഗവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണല്ലോ വരുന്നതൊക്കെ. അപ്പം ജീവിതത്തിലുടനീളം എനിക്കൊന്ന് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്നു എന്ന് പറയുന്നു. ആകാശം പിളർന്ന് ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നു. അവിടെ എല്ലാം ദൈവം ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പ്രകൃതിയിലൂടെ ചിലപ്പോഴും സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ വ്യഥകളുടെ കാര്യം പറഞ്ഞില്ല. മരണത്തിൻ്റെ തലേദിവസം ഗത്സമേനയിലേക്ക് പോയി. സ്നാപയോഹന്നാൻ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞ് ശിരച്ഛേദം നടന്നു എന്നറിയുമ്പോഴും യേശുവിൻ്റെ പ്രതികരണം അതുപോലെയാണ്. യേശു പ്രകൃതിയിലേക്കാണ് പോകുന്നത്. സ്വസ്ഥതയും ഒരാശ്വാസവും തേടിപ്പോവുകയാണ്. അപ്പോൾ മനുഷ്യപുത്രൻ അങ്ങനെ ചെന്നിട്ട് തൻ്റെ വിരുദ്ധമായ ശിരസ് അർപ്പിക്കുന്നത് ഭൂമിയിലേക്കാണ്. ഒരുപക്ഷെ 2ാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഈ ഫ്രാൻസിസ്, അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്, അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ മരിക്കാൻ നേരത്ത് തന്നെ നഗ്നനാക്കി പച്ച തറയിൽ ഭൂമിയിൽ കിടത്താൻ പറയുന്നു എന്ന് പറയും. പക്ഷേ ഒരു കുഞ്ഞാണ് അമ്മയുടെ മടിയിലാണ് നഗ്നനായിട്ട്. 2ാമത് അവൻ്റെ മരണത്തിൽ അത്രത്തോളം നിർമ്മലമായ വിശുദ്ധരവസ്ഥയിലേക്ക് വരുമ്പോൾ ഭൂമി ഒരമ്മയായി സങ്കല്പിച്ച് അവിടേക്ക് വരുന്ന അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്, ഈ ക്രൈസ്തവ പ്രതീകങ്ങൾ തന്നെ
ഒരു വലിയ ആത്മീയത സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈശോ പ്രകൃതിയുമായുള്ള ആത്മബന്ധം കലഹിച്ചു നിൽക്കുന്ന ഒരു പ്രകൃതിയെ അനുസരണയുള്ള കുട്ടിയെ പോലെ കൊണ്ടുവന്ന് കടലിനെ ശാന്തമാക്കുന്ന സംസാരിക്കുക. അതതിനകത്ത് എനിക്ക് തോന്നിയിരുന്ന ഒരു കാര്യം, ഈ പ്രകൃതിയോട് നമുക്ക് സംസാരിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ പ്രകൃതിയുമായിട്ടൊരു താതാത്മ്യമുള്ളപ്പോഴേ സാധിക്കുള്ളൂ. നമ്മൾ അതിൻ്റെ ഫ്രാൻസിസ് അസീസി ബ്രദർ വൂൾഫ് എന്ന് വിളിക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്ന അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ സാധ്യമാകുന്ന അന്യവൽക്കരിക്കപ്പെടാത്ത ഒരു ലെവലുള്ളതുകൊണ്ട്. ഇപ്പം ഈ യേശുക്രിസ്തു മരിച്ചപ്പോഴും പ്രപഞ്ചമാണ്, പ്രകൃതിയാണ് ദുഃഖിക്കുകയും ജീവനുള്ളവയോട് പോലും അല്ലായിരുന്നു എന്നുള്ളതാണ്. അല്ല, പാറകൾ പിളരുന്നതും കാറ്റ്, വലിയ കാറ്റ് വരുന്നതും. അപ്പം ആ പ്രകൃതിയുടെ ഒരു ഇന്നർ സോൾ, ഒരു ആന്തരാത്മാവും ഈ മനുഷ്യൻ്റെ ആത്മാവും തമ്മിലുള്ള വല്ലാത്തൊരു ലയം നമുക്ക് സാധ്യമാകുന്നുണ്ട്. അപ്പോഴാണ് എല്ലാവർക്കും ഇദ്ദേഹം വലിയ മനുഷ്യനാണ് വരുന്നത്. ഈ പ്രകൃതിയുടെ ഒരു ക്ഷോഭമുണ്ട്. ക്ഷോഭിച്ച പ്രകൃതിയെ ശാന്തമാക്കിയ പോലെ തന്നെ യേശുവിൻ്റെ മരണത്തിൽ പ്രകൃതിയും കരയുകയും ക്ഷോഭിക്കുകയും ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നപ്പോൾ യേശു വാസ്തവത്തിൽ ചെയ്യുന്ന രക്ഷ എന്ന സങ്കല്പം കൊണ്ടിവിടെ വരുന്നുണ്ട്. മനുഷ്യൻ നമ്മൾ സാധാരണ പറയുന്നത് നഷ്ടപ്പെട്ടു പോയ സ്വർഗത്തിലേക്ക് ഇവനെ കൊണ്ടുപോകുന്നുള്ളൂ. പക്ഷേ അതിലേക്ക് ഉപരിയായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് മനുഷ്യനെ ആദ്യം നഷ്ടപ്പെട്ട പ്രകൃതിയുമായുള്ള ആ ഹാർമണി, ആ ഡിഗ്നിറ്റി അത് റിസ്റ്റോർ ചെയ്യുക, അത് പുനഃസ്ഥാപിക്കപ്പെടുന്നുണ്ട്. അത് യേശുവിൻ്റെ മരണത്തിൽ ഒരു മരത്തിൽ തലയായ ശേഷം മരിക്കുന്നു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ മരത്തിന്മേൽ ക്രൂശിക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നൊരു ഭാഗം നിയമാവർത്തന പുസ്തകത്തിലുണ്ട്. ആ ശപിക്കപ്പെട്ട മരണത്തെപ്പോലും നിർമ്മലീകരിച്ചുകൊണ്ട് ഈ മരത്തെപ്പോലും പിന്നീട് സാങ്ക്ടിഫൈ, നിർമ്മലീകരിച്ച് വിമലീകരിക്കുന്ന ഒരു മരണമായിട്ട് മാറുക. ഈ ഭൂമിയിലെ ഉൽപ്പന്നമായ ഗോതമ്പിൽ നിന്നും തൻ്റെ ശരീരത്തെ കണ്ടെടുത്ത് നമുക്ക് മുന്നിൽ അപ്പമായി മാറിയ യേശുവിൻ്റെ സ്നേഹത്തെ എത്ര ഉദാത്തമായാണ് ഈ പ്രകൃതി മഹത്വപ്പെടുത്തുന്നത്. പ്രകൃതിയിൽ നിന്ന് വിച്ഛിത്തി സംഭവിച്ചത് ഇത് ആശയം ഈ കുറസോവയുടെ ഡ്രീംസ് എന്ന് പറഞ്ഞ സിനിമയുടെ വിഷയം. അതിങ്ങനെ ഡ്രീംസ് പല ഡ്രീംസായിട്ട് 7 തോന്നുന്നു ഡ്രീംസായിട്ട് സ്വപ്നങ്ങൾ പോലെ പോകുന്നത്. അപ്പം ചെറിയ ചെറിയ ഖണ്ഡങ്ങളായിട്ട്. അതിൽ ഒന്നാമത്തെ അങ്ങനെ തന്നെയാണ്. കാരണം കുട്ടി അമ്മയോട് പുറത്തു പോകാൻ പറയുമ്പോൾ അമ്മ പറയും പുറത്തു പോകരുത്, ഇപ്പം കുറുക്കൻ്റെ കല്യാണം നടക്കുന്ന സമയമാണ്, ഫോക്സസ് വെഡ്ഡിങ് ആണെന്ന്. അപ്പം പക്ഷെ കുട്ടി ഉടൻ തന്നെ അമ്മ അറിയാതെ പോയി പ്രകൃതിയുടെ രഹസ്യത്തിലേക്ക് ഒളിഞ്ഞു നോക്കുകയായിരുന്നു. അപ്പോൾ അവനിത് വെഡ്ഡിങ് ഇങ്ങനെ എനിക്കൊരു ഫാൻറ്റസിയാണ് കാണുക. പക്ഷേ പിന്നീട് ഈ അങ്ങോട്ടുള്ള ആ കടന്നുകയറ്റം കൂടി അവസാനം ഈ ഭൂമി മുഴുവൻ ഒരു മഹായുദ്ധത്തിൽ തകർന്ന വീപ്പിങ് കരയുന്ന ഒരു സത്വം ഇങ്ങനെ അലഞ്ഞ് കരഞ്ഞ് നടക്കുന്നതോടുകൂടിയാണ് ഒരു വലിയ തകർച്ച തീരുന്നത്. പിന്നെ ഏറ്റവും അവസാനം ഒരു തിരിച്ച വരവാണ്. ജലചക്രങ്ങളുടെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു പിക്ചറിൽ നിറച്ചും സ്ക്രീനിങ്ങനെ നിറഞ്ഞു വെള്ളം ഇങ്ങനെ വരുന്ന വാട്ടർ വീൽസാണ് നിറച്ചും അങ്ങനെ തീരുന്നത്. അപ്പം ഈ മനുഷ്യൻ പ്രകൃതിയോട് ഇടപെടുന്ന സമയത്ത് അതിനെ അന്യമായി കരുതി കീഴ്പ്പെടുത്തി തള്ളിക്കളഞ്ഞ് ചൂഷണം ചെയ്ത് ആണ് പലപ്പോഴും സംസ്കാരങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ ദൈവത്തിന് അങ്ങനത്തെ ഒരു തള്ളിക്കളയലോ ഭ്രഷ്ടാക്കലോ ദൈവിക പദ്ധതിയിൽ ഇല്ല എന്നല്ലേ ഈ പാച്ചൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം മറ്റതൊരു സിനിമയാണ്, ഇത് നമ്മളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം. അങ്ങനെ ആയിരിക്കുമ്പോഴേ പ്രകൃതിയാണ് ആത്യന്തികമായിട്ട് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അഭയകേന്ദ്രം, അതോടൊപ്പം തന്നെ ആശ്വാസ കേന്ദ്രവും. ക്രിസ്തുവിൻ്റെ ആ ഒരു ആശ്വാസം കണ്ടെത്തുന്നതിന് വേണ്ടി പ്രകൃതിയെ തന്നെ അഭയം പ്രാപിക്കുന്നതിൽ നിന്ന് പിന്നെ അത് മനുഷ്യൻ ഉൾക്കൊള്ളേണ്ട ഒരു വലിയൊരു പാഠം കൂടിയാണ്. പ്രകൃതിയെ ദേവാലയമാക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ ഒരു സങ്കല്പത്തിന് ഓപ്പൺ എർത്തിലാണ്. അപ്പൊ ഈ നമ്മള് അവനെ ഒരു പിള്ളക്കാച്ചകളിൽ പൊതിഞ്ഞ് പൊൽത്തട്ടി കിടത്തിയത് കണ്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ നക്ഷത്രങ്ങൾ കാവൽ നിൽക്കുന്ന ആരുമില്ലാത്ത രാത്രിയുടെ വിജനതയിൽ മണ്ണിലേക്കാണ് മനുഷ്യപുത്രൻ പിറന്നു വീഴുന്നത്. മരിക്കുന്നതും ഒരു മരത്തിൽ തലചായ്ച്ച് 2 മരക്കമ്പിൽ തലചായ്ച്ച് തുറന്ന ആകാശത്തിന് ചുവട്ടിലാണ് മരിക്കുക. അപ്പം ഒരു ചുരുക്കത്തിൽ ഇങ്ങനെ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു പരിസ്ഥിതി ദർശനവും ആത്മീയതയും പക്ഷെ നമുക്ക് ഈ ലോകത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു സംഭാവനയാണ്. അതുപോലെ തന്നെ പരിസ്ഥിതിയുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന ദേവാലയങ്ങൾ, അത്തരം ദേവാലയങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഒരുപക്ഷെ സാറിന് സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ ബെനഡിക്റ്റിയൻ ആശ്രമത്തിൽ ഞാൻ ഒരു സാറ് പോയെന്ന് പറഞ്ഞിരുന്നു. കുരിശുമല ആശ്രമം, അതുപോലെ തന്നെ
ഇവിടെ ജോൺ ആബട്ടച്ചൻ്റെ ബെനഡിക്റ്റിൻ ആശ്രമം കപ്പാട്. കണ്ണിൽ കുത്തുന്ന കെട്ടിടങ്ങളല്ല, പ്രകൃതിയുമായിട്ട് എങ്ങനെയോ ചേർന്ന് ലയിച്ച് നിൽക്കുന്ന കെട്ടിടങ്ങൾ. അപ്പോൾ അതൊരു ആർക്കിടെക്ചർ സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള നിർമ്മിതിയുടെ ഉപാധികൾ കൂടി നമ്മൾ ആവശ്യമായിട്ട് ആ ഭാവന ഇല്ലാതെ പോകും നമ്മൾ. നമ്മൾ ഈ സിദ്ധാന്തങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും നമുക്കൊരു നഗ്ന പ്രകൃതിയിൽ അങ്ങനെ ജീവിക്കാൻ പലപ്പോഴും സാധിക്കത്തില്ല. മനുഷ്യനൊരു നാഗരിക ജീവി ആണല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ന് പണിയുന്ന പല പള്ളികളും അത്തരം സ്ഥാപനങ്ങളൊക്കെ ഈ പ്രകൃതിയോട് ഇത്തരം വെല്ലുവിളിയും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആക്രമണ സ്വഭാവമുള്ള സാധനം. അപ്പം അത്തരം കാര്യങ്ങളും നമ്മളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു കേന്ദ്രം പലപ്പോഴും ചർച്ച ആയിരിക്കുമ്പം പള്ളിക്കകമായിരിക്കുമ്പം നമ്മുടെ പള്ളികളെ നമ്മളായിരിക്കുന്ന അത്ര ഇടങ്ങളെക്കുറിച്ചുള്ള ഒരുപക്ഷെ ഈ പുനർവിചിന്തനം ആരംഭിക്കേണ്ട ഏറ്റവും നല്ല ഇടം നമ്മുടെ ദേവാലയങ്ങൾ തന്നെയാണ്. നമ്മുടെ വേദപാഠ ക്ലാസ്സുകളിൽ തന്നെ പ്രകൃതിക്ക് വേണ്ടി ഒരു പാഠം മാറ്റിവെക്കാൻ സാധിക്കേണ്ടത്, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ നമ്മുടെ സൺഡേ സ്കൂൾ പുസ്തകങ്ങൾ, അപ്പോൾ ചെറുപ്പം മുതലൊരു കുട്ടി ഒരു മുട്ടായി തിന്നിട്ട് ഒരു കടലാസ് എവിടെയെങ്കിലും വലിച്ചെറിയുന്ന സംസ്കാരമുണ്ടെങ്കിൽ അതിനെ അവിടെ മുതലൊരു പക്ഷേ അതിൻ്റെ ആ സംസ്കൃതിയിലേക്ക് ഇവനെ കൊണ്ടുവരേണ്ട അഭ്യസം തുടങ്ങണം. അത് പള്ളിയിൽ ചെല്ലുമ്പോൾ അവൻ കേൾക്കുന്ന വേദപാഠ ക്ലാസ്സുകളിൽ പോലും പ്രകൃതിയുമായിട്ട് അവനെ സമരസപ്പെടുത്തുന്ന പാഠങ്ങൾ ഉൾപ്പെടേണ്ടതായിട്ട് ആവശ്യമാണ്. ഒരുപക്ഷെ മാർപ്പാപ്പയുടെ ഈ ചാക്രിക ലേഖനം നമ്മൾ വായിക്കുന്നു, ചർച്ച നടത്തുന്നു, പോകുന്നു. അതിനുശേഷം ഉണ്ടാകേണ്ട ചില പ്രത്യാഘാതങ്ങളുണ്ട്. ആ പ്രത്യാഘാതങ്ങളുടെ പട്ടികകളിൽ ഇതെല്ലാം ഉൾപ്പെടേണ്ടത് ആവശ്യമാണ്. അത് എനിക്ക് തോന്നുന്നു അത്തരത്തിലൊരു പ്രവർത്തന പദ്ധതിയിലേക്ക് ഇത് വരുമോ? തീർച്ചയായിട്ടും വരണം. ഒരുപക്ഷെ നമ്മൾ ഈ കൂടിയിരിക്കുന്നത് തന്നെ അതിനുവേണ്ടിയാണെന്ന് ഞാൻ പറയും. ഈ ചർച്ച കേൾക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അവർക്ക് തോന്നിയിട്ട് അവരൊരു മുറ്റത്തൊരു മരം കുഴിച്ചു വെച്ചാൽ പോലും അത് അതിൻ്റെ ഒരു എളിയ പ്രത്യാഘാതമാണെന്ന് ഞാൻ പറയും. നന്മയിലേക്കുള്ള ഒരു ചുവടുവയ്പ്. നമ്മുടെ പൊതുഭവനമായ ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ചുമതല നമ്മുടേത് മാത്രമാണ്. എന്നിട്ടും നാം വിളിച്ചു പറയുന്നു, ഈ ഭൂമിക്ക് കാവലാൾ ഞാനല്ല. ഏതോ പൂർവ്വബന്ധം ഇപ്പോഴും നമ്മെ വേട്ടയാടുന്നു. മണ്ണിൽ വീണ ആബേലിൻ്റെ ചോര നമ്മെ നോക്കി നിലവിളിക്കുന്നു. യഹോവ ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും, ആകാശം, ഭൂമി, സമുദ്രം എല്ലാറ്റിനെയും സൃഷ്ടിച്ചതിന് ശേഷം 6-ാം ദിവസത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ഈ മനുഷ്യൻ്റെ സൃഷ്ടി മറ്റ് സൃഷ്ടിയിൽ നിന്നും വളരെ വേറിട്ട് നിൽക്കുന്നതായി നമുക്ക് തോന്നാം. ഒരു വാക്കുകൊണ്ട് യഹോവ മറ്റ് സൃഷ്ടികളെ എല്ലാം മെനഞ്ഞ് ഉണ്ടാക്കിയെങ്കിൽ മനുഷ്യൻ്റെ സൃഷ്ടി വാക്കിൽ മാത്രം ഒതുങ്ങുന്നില്ല. യഹോവ മണ്ണിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കി എന്ന് പറയും. ഈ മണ്ണ് എന്ന് പറയുമ്പോൾ അത് നനവുള്ളതാണ്. നനവ് എല്ലാറ്റിനെയും സ്വീകരിക്കുന്നു, അലിയിക്കുന്നു. സ്നേഹവും ഇതുപോലെ തന്നെയാണ്. സ്നേഹം അലിവുള്ളതാണ്, നനവുള്ളതാണ്, ആർദ്രത ഉള്ളതാണ്. അപ്പോൾ യഹോവ മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആർദ്രതയുള്ള, നനവുള്ള മണ്ണുകൊണ്ട് സൃഷ്ടിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ പ്രതീകമായ ഈ മണ്ണാണ് യഹോവ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മണ്ണ് എല്ലാറ്റിനെയും തന്നിലേക്ക് ആകർഷിക്കുകയും സ്വീകരിക്കുകയും അലിയിക്കുകയും ചെയ്യുന്നത് പോലെ സ്നേഹം എല്ലാറ്റിനെയും അലിയിക്കുകയും നനയിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. ദൈവം സ്നേഹം കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം മണ്ണ് സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. എല്ലാറ്റിനെയും സ്വീകരിക്കുന്നു. എല്ലാ അശുദ്ധ വസ്തുക്കളെയും, എല്ലാ മലിനതകളെയും തന്നിലേക്ക് തന്നെ മണ്ണ് സ്വീകരിക്കുന്നു. അതുപോലെ യേശുതമ്പുരാൻ, സ്നേഹത്തിൻ്റെ ഉറവിടമായ യേശുതമ്പുരാൻ, സ്നേഹം തന്നെയായ യേശുതമ്പുരാൻ എല്ലാ പാപങ്ങളെയും തന്നിലേക്ക് സ്വീകരിച്ചുകൊണ്ട് സ്വയം ഇല്ലാതായി ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമായി മാറിയിരിക്കുന്നു. അപ്പോൾ സ്നേഹത്തിൻ്റെ പ്രതീകമായ ഈ മണ്ണ് ഉദാത്തവും ശ്രേഷ്ഠവും
ദൈവത്തിൻ്റെ ചൈതന്യവും നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് ആണ്. ഈശ്വരനിലേക്ക് അന്വേഷിച്ച് പോകുന്ന മനുഷ്യൻ, ഈശ്വരനിലേക്കുള്ള അന്വേഷണമാണ് നമ്മൾ ആത്മീയത എന്ന് പറയുന്നത്. ആ ഈശ്വരനിലേക്ക് അന്വേഷിച്ച് പോകുന്നതായ ഒരു മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് വേറിട്ടിട്ട് ഈശ്വരനെ കണ്ടെത്താൻ സാധിക്കുകയില്ല. കാരണം മനുഷ്യൻ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ പ്രകൃതിയെ നശിച്ചാൽ മനുഷ്യനില്ല എന്നും പ്രകൃതിയെ നശിപ്പിച്ചാൽ ആത്മീയത ഇല്ല എന്നും നമ്മുടെ സംസ്കാരം, നമ്മുടെ ധർമ്മം നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മൾ ഈ ആത്മീയതയുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ അതിലേറ്റവും നമുക്ക് ശ്രദ്ധിക്കേണ്ടതായ കാര്യം ക്രിസ്തുവിൻ്റെ ലാളിത്യമാണ്. പരിസ്ഥിതിയിൽ ക്രിസ്തു എത്രമാത്രം ബന്ധം ക്രിസ്തുവിനുണ്ടായിരുന്നുള്ളത് വേദപുസ്തകത്തിലൂടെ പരതിയാൽ നമുക്ക് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ ഉപമകളിലെ കാര്യങ്ങളൊക്കെ തന്നെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് മനുഷ്യരെ പറ്റിയാകാം, മനുഷ്യ സ്വഭാവങ്ങളെ പറ്റിയാകാം, മൃഗങ്ങളെ പറ്റിയാകാം, വൃക്ഷങ്ങളെ പറ്റിയാകാം, ഒക്കെ ഈ അദ്ദേഹം സുവിശേഷം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉപമകളിലൂടെ ആയിരുന്നു. ആ ഉപമകളിലെല്ലാം നമ്മുടെ പരിസ്ഥിതിയിൽ നമ്മൾ കാണുന്ന ഘടകങ്ങളായിരുന്നു പ്രധാനം. ആകാശത്തിലെ കുരുവികളെന്നോ പറവകളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. അതൊക്കെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട നല്ല സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള വചനങ്ങളും ഉപദേശങ്ങളുമാണ്. അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്നാൽ കടുകുമണി പോലെയാണ്, അല്ലെങ്കിൽ പന്നികൾക്കിടയിലെ വിതറുന്ന മുത്തുകൾ പോലെ എന്നൊക്കെ പറയുമ്പോൾ വളരെ ലളിതമായ ഭാഷയിൽ വലിയ സാരാംശങ്ങളാണ്. അതാണ് പരിസ്ഥിതി സ്നേഹാധിഷ്ഠിതമായ ആത്മീയതയിലേക്ക് നമ്മളെ നയിക്കേണ്ട ക്രിസ്തു ദർശനങ്ങൾ. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദിമാതാപിതാക്കൾ നഷ്ടപ്പെടുത്തിയത് മനുഷ്യനും ദൈവവും പ്രകൃതിയും തമ്മിലുള്ള വിശുദ്ധ ബന്ധമാണ്. ശിഥിലമാക്കപ്പെട്ട ഈ ബന്ധത്തിൻ്റെ വീണ്ടെടുക്കലാണ് യേശുവിലൂടെ നാം നേടിയത്. അത് വീണ്ടും നഷ്ടപ്പെടാൻ നാം അനുവദിച്ചുകൂടാ. വീണ്ടും അടുത്ത ആഴ്ച കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. മഴുതിന്ന മാമര കൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറകു ചെറുതിളക്കി. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. മഴുതിന്ന മാമര കൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറകു ചെറുതിളക്കി.